ഹായ് ഹലോ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. 250-ൻ്റെ മെഷറിംഗ് കപ്പിൽ ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. തലേന്ന് തന്നെ ഞാൻ കുതിർത്താനായിട്ട് വെച്ചിരുന്നു കേട്ടോ. എന്നിട്ട് അത് ഊറ്റിയെടുത്ത് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് വെള്ളമൊക്കെ പോകാനായിട്ട് വെച്ചു കേട്ടോ, ഓട്ടപാത്രത്തിലൊക്കെ. എന്നിട്ടാണ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തത്. ഒരു 1.5 കപ്പോളം ശർക്കര എടുക്കാം കേട്ടോ. ഞാൻ 1 കപ്പ് ശർക്കര എടുത്തുള്ളൂ. അപ്പം മധുരം കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഒരു 1.5 കപ്പ് എടുക്കാമായിരുന്നു. അങ്ങനെ ശർക്കര നല്ലപോലെ ഉരുക്കിയെടുത്തിട്ട് പിന്നെ അതൊന്ന് തരിച്ച് ജാറിലോട്ട് കുറച്ച് ഇളം ചൂടോടെ തന്നെ പാർന്നു കേട്ടോ. പിന്നെ ഒരു 2-3 ഏലക്കായൻ്റെ കുരു അതിട്ടിട്ടുണ്ട്. പിന്നെ ഒന്നുകൊണ്ട് അടിച്ചതിന് ശേഷം അതിലോട്ട് പിന്നെ മൈസൂർ പഴം ഉണ്ടല്ലോ, കുഞ്ഞ പഴം, അതൊരു 2 കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചു. പിന്നെ ഞാൻ ചെറിയൊരു ചട്ടി വെച്ചിട്ട് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തേങ്ങാക്കൊത്തുണ്ടല്ലോ അത് അരിഞ്ഞിട്ട് അതിട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ കറുത്ത എള്ളുണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇട്ട് കൊടുത്തു. പിന്നെ എനിക്ക് തോന്നി കുറച്ചും കൂടെ ആവശ്യമുണ്ടെന്ന്, അപ്പോൾ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ലപോലെ നമ്മുടെ തേങ്ങയും എള്ളും കൂടി ഒന്ന് മുരിഞ്ഞ കളറാക്കിയിട്ടപ്പോൾ ഓഫ് ചെയ്തു കേട്ടോ. അത് എന്നിട്ട് ഒന്ന് കുറച്ച് ചൂടാറിയതിന് ശേഷം ഞാൻ ഈ മാവിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി അതും മാറ്റി വെച്ച് ഒരു 4 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. അപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ പച്ചവെള്ളം അല്ലെങ്കിൽ ശർക്കരപ്പാനി ഉണ്ടെങ്കിൽ അതോ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മാവൊന്ന് ലൂസാക്കി എടുക്കാം. ഇത് ഞാൻ നെസ്റ്റോന്ന് വാങ്ങിയ അപ്പച്ചട്ടിയാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് നല്ല പോലെ ഇഷ്ടമായി. കാരണം ഞാൻ ഈ ഒരു ഒഴിക്കുന്ന വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. 3 തവണ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. 3നും ഈ ഒരു വെളിച്ചെണ്ണ ആവശ്യം വന്നുള്ളൂ. എന്നിട്ടും അപ്പം ചുട്ട് കഴിഞ്ഞിട്ടും ഇതിൽ വെളിച്ചെണ്ണ ബാക്കി. അത്രയും ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക്. അപ്പോൾ ആദ്യമായിട്ട് ചുടുകയാണ്. സംഭവം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് കിട്ടുന്നുമുണ്ട്. എനിക്കേതായാലും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അങ്ങനെ നല്ല പോലെ മാവൊക്കെ നല്ല പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചുട്ട് കിട്ടി. എല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാം കുത്തിയെടുത്തു. പിന്നെ ചില കുഴികളിലൊക്കെ എണ്ണ കുറവുള്ളപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ആ ചട്ടി ഒന്നിങ്ങനെ ചെരിച്ച് കൊടുക്കുമ്പോൾ എല്ലായിടത്തേക്കും ആവുന്നുണ്ട് കേട്ടോ. ഇത്രയും ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട്. ഏതായാലും അടിപൊളിയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.